രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് RSS എന്ന് മുൻ DGP ജേക്കബ് തോമസ്. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന സമീപനമാണ് സംഘടനയുടേതെന്നും അദ്ദേഹം ദൂരദർശൻ വാർത്തകളോട് പ്രതികരിച്ചു. സ്വാഭാവികമായും RSSന്റെ ആശയങ്ങളെല്ലാം ഹിന്ദു മതാധിഷ്ഠിതം കൂടിയാണല്ലോ, അങ്ങനെയാണോ? അപ്പോൾ ആസ് എ ക്രിസ്ത്യൻ, ഒരു ക്രിസ്തു മതവിശ്വാസിയാണ് സാറെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ആസ് എ ക്രിസ്ത്യൻ എന്നുള്ള നിലയിൽ ഒരു RSS പ്രവർത്തകനായി ഇരിക്കുമ്പോൾ അത് അങ്ങയുടെ മതപരമായ വിശ്വാസങ്ങളെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട്? RSS ഒരു ഹിന്ദു രാഷ്ട്ര നിർമ്മാണത്തിനാണ് ശ്രമിക്കുന്നത് എന്ന് പരക്കെ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്താണ് RSS ഉദ്ദേശിക്കുന്ന ഹിന്ദു രാഷ്ട്രം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് പരമ്പരാഗതമായിട്ട് നമ്മുടെ സിവിലൈസേഷനിലെ തോസിലുള്ള ഒരു ഹിന്ദു രാഷ്ട്രമുണ്ട്. അതായത് നമ്മുടെ മുഗളന്മാരും ബ്രിട്ടീഷുകാരും ഒക്കെ വന്നിട്ട് കുഴിച്ചു മൂടിയ ഒരു സംസ്കാരം നമുക്കുണ്ട്. ആ സംസ്കാരത്തെയാണ് ഹിന്ദു സംസ്കാരം, ഇൻഡസ് വാലി സംസ്കാരം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഹിന്ദുയിസം എന്ന് പറയുന്ന ആ ഒരു സംസ്കാരത്തെ മതമായിട്ട് മാറ്റിയത് വേറെ വിദേശ മതങ്ങൾ ഇവിടെ വന്നപ്പോൾ മാത്രമാണ് ഇത് വേറൊരു മതമെന്ന് നമ്മൾ പറയുന്നത് തന്നെ. അല്ലെങ്കിൽ ഇതൊരു സംസ്കാരമായിരുന്നു. അപ്പോൾ ഈ സംസ്കാരത്തിൽ ഞാൻ ഈ സംസ്കാരത്തിൽ ജനിച്ച ആളാണ്, ഈ സംസ്കാരത്തിൽ വളർന്ന ആളാണ്, ഈ സംസ്കാരം എനിക്ക് ഇഷ്ടമാണ്, ഈ സംസ്കാരത്തിൻ്റെ സാംസ്കാരിക മൂല്യങ്ങൾ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഈ സംസ്കാരവും സാംസ്കാരിക മൂല്യങ്ങളും ഇഷ്ടപ്പെടുന്ന ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കും വോളണ്ടറി ജീവിക്കുന്ന ആ രാഷ്ട്രത്തിന് വേണ്ടി സേവനം ചെയ്യുക എന്നുള്ളത് ഏത് മതമായാലും ശരി ആ ആൾക്കാർ ചെയ്യേണ്ട കാര്യമാണ്, അവരുടെ കടമയാണ് എന്നുള്ളത് RSSന് അകത്ത് വന്നവർക്കറിയാം. ഈ പ്രചരിപ്പിക്കുന്നത് പോലെ ഇത് മതത്തിനെതിരോ അങ്ങനെ ഒന്നുമല്ല, ഏത് മതത്തിലുള്ളവർക്കും വരാം.